സാർ 2 ആഴ്ചയായി നിർത്താതെ ചുമയും തലവേദനയും. ഞാൻ 3 ഡോക്ടർമാരെ കണ്ടു, ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ മൊത്തം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 2 ആഴ്ചയായി. അതിനിടക്ക് 3 ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു. മാറാത്ത കാരണം ഞാൻ വേറെ ഡോക്ടർമാരെ കാണിക്കുകയാണ് ചെയ്തത്. പലപ്പോഴും നമ്മുടെ രോഗികൾ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. കാരണം ഒരു ഡോക്ടറെ കാണിക്കും, ആ അസുഖത്തിന് ഒരു 3 ദിവസം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ അത് മാറിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ഡോക്ടറെ കാണിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഡോക്ടറെ കാണിക്കും. ഏത് അസുഖങ്ങളും നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് മരുന്നിന്. ചിലപ്പോൾ 5 ദിവസമായിരിക്കും, അല്ലെങ്കിൽ 7 ദിവസമായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 5 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറൊരു ഡോക്ടറെ കാണിക്കുകയെ, അല്ലെങ്കിൽ ആ ഡോക്ടറെ അടുത്ത് തന്നെ, വേറെ ഡോക്ടറെ കാണിക്കുകയല്ല വേണ്ടത്, ആ ഡോക്ടറെ അടുത്ത് തന്നെ നമ്മൾ വിവരം പറയണം. 5 ദിവസവും മരുന്ന് കഴിച്ചു, കുറവില്ല. പലപ്പോഴും സാധാരണ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ സാറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ചിലപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്ന് വരാം. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ത് വേണം എന്നുള്ളത് ആ ഡോക്ടർ തീരുമാനിക്കുക. അതനുസരിച്ച് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അതല്ല, നമ്മൾ കൂടുതൽ പല ഡോക്ടേഴ്സിനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ എല്ലാ ഡോക്ടേഴ്സും ഈ അസുഖത്തെക്കുറിച്ച് പഠിച്ചു വരുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ഡോക്ടറെ മാറുക ചെയ്യുന്നത്. ഇതൊരു വളരെ ബാഡായിട്ടുള്ളൊരു സ്വഭാവമാണ്. മിക്കവാറും ആളുകൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അയാളെ മരുന്നുകൊണ്ട് കുറവില്ല. എന്തുകൊണ്ടാണ് കുറയാത്തതെന്ന് അയാളെ തന്നെ നമ്മൾ ചോദിക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയാത്ത പല കാര്യങ്ങളുണ്ടാവാം. അതല്ലെങ്കിൽ ഈ അസുഖത്തിൻ്റെ കോഴ്സ് ചിലപ്പം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻ്റെ അടുത്ത് പറയാറുള്ളത്, ഒരു ദിവസം കഴിഞ്ഞിട്ട് കുറവില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ 5 ദിവസത്തേക്ക് മരുന്ന് എഴുതി തരുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം മരുന്ന് എഴുതി കൊടുത്താൽ പോരെ എന്ന് വരും. നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് ഒരു അസുഖത്തിന് നമ്മൾ ഡോക്ടറെ കാണിച്ചു, 2ാമത്തെ ദിവസം വളരെ സീരിയസ് ആകുകയും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ ഡോക്ടറെ അടുത്ത് നേരിട്ട് പോയി 5 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ ഇങ്ങനെ വിഷയമുണ്ട് എന്നുള്ള ഡോക്ടറെ അടുത്ത് തന്നെ പോയി പറഞ്ഞ് അതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെൻറ്റും നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഡോക്ടേഴ്സിന് ഇങ്ങനെ ഷോപ്പിംഗ് ഡോക്ടേഴ്സ് പറ്റില്ല.